ഹലോ ഫ്രണ്ട്സ്, ടെക് പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഇൻ KSEBയുടെ പ്രിലിമിനറി എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. എന്നാണ് എക്സാം? 29/10/2025 ഓക്കെ. ഏതൊക്കെ കാറ്റഗറി നമ്പറിലാണ് നടക്കുന്നത്? 191/2025. അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിനും 192/2024 അത് ബൈ ട്രാൻസ്ഫറിനുമാണ്. ഇനി എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കിയേ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് 7200 പേരും ബൈ ട്രാൻസ്ഫറിന് 636 പേരുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും കൺഫർമേഷൻ കൊടുക്കാൻ, അല്ലെ? എന്ന് തൊട്ടാണ് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നത്? 23/7 തൊട്ട് നമുക്ക് 11/8 വരെ കൊടുക്കുക. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. എക്സാം തീയതി മറക്കരുത്, 29/10/2025 ആണ്. ഇനി നമുക്ക് 90 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ 90 ദിവസം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത നമ്മുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. വളരെ മികച്ച സാലറി പാക്കേജ് ആണുള്ളത്, അതേപോലെ തന്നെ നല്ല പ്രൊമോഷൻ അവസരങ്ങൾ. അപ്പൊ ഈ ഒരു അവസരം ഒരിക്കലും വിട്ടുകളയരുത്. ആപ്ലിക്കൻസ് കുറവാണ്, നമുക്കറിയാം. ഈ അപ്ലൈ ചെയ്തവരെല്ലാം കൺഫർമേഷൻ കൊടുക്കത്തില്ല, കൺഫർമേഷൻ കൊടുക്കുന്നവരെല്ലാം പരീക്ഷ എഴുതത്തില്ല. അപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിരൻസ് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം. ഇനി ഇതിന്റെ സിലബസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സിലബസിൽ ആദ്യത്തെ പേപ്പർ 1 ജനറൽ നോളജ് 10 മാർക്കാണ്. 10 മാർക്കിനകത്ത് ആദ്യം ഫാക്ട് ആണ്, അതിന് 2 മാർക്ക്. ഹിസ്റ്ററിക്കകത്ത് 2 മാർക്ക്. പൊളിറ്റിക്സിനകത്ത് 2 മാർക്ക്. സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് 2 മാർക്ക്. പിന്നെ റിലവന്റ് അതിന് 2 മാർക്ക്. നമ്മുടെ ഫാക്ടിനകത്ത് എന്തൊക്കെയാ പഠിക്കാനുള്ള? വേൾഡ് ക്യാപിറ്റൽസ്, വേൾഡ് ലാംഗ്വേജസ്, വേൾഡ് കറൻസി, വേൾഡ് ലീഡേഴ്സ്, റിവേഴ്സ് ഓഫ് കേരള, ആകെ 2 മാർക്കാണ്. ദെൻ ഹിസ്റ്ററിക്കകത്ത് ഏൻഷ്യന്റ് ഇന്ത്യൻ ഫിഗേഴ്സ്, medieval Indian figures, British India events, then independence movement, post 1956 Kerala, അതിന് 2 മാർക്കാണ്. then പൊളിറ്റിക്സിനകത്ത് ഇന്റർനാഷണൽ ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പാർലമെന്റ് ഓഫ് ഇന്ത്യ, അസംബ്ലി ഓഫ് കേരള, ഇമ്പോർട്ടന്റ് ലോസ്, 2 മാർക്ക്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇൻവെന്റേഴ്സ് ആൻഡ് ഇൻവെൻഷൻ, then IT, ഫോംസ് ഓഫ് എനർജി, സ്പേസ്, സോഷ്യൽ മീഡിയ, എല്ലാം കൂടെ 2 മാർക്കാണ്. ദെൻ റിലവന്റ് ആയിട്ടുള്ളതിനകത്ത് ബഡ്ജറ്റ്, പവർ പ്ലാന്റ്സ്, KSEB ഇലക്ട്രിസിറ്റി താരിഫ്, പിന്നെ ഇലക്ട്രിസിറ്റി യൂണിറ്റ്സ്, ദെൻ ഹൈഡൽ പ്രോജക്ട്സ്, എല്ലാം കൂടെ 2 മാർക്ക്. അപ്പൊ ജനറൽ നോളജിനെല്ലാം 10 മാർക്കാണ്. ജനറൽ നോളജ് 3 വാസ്റ്റ് ആണ്. ദെൻ ജനറൽ ഇംഗ്ലീഷിനകത്ത് 10 മാർക്കാണുള്ളത്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നൗൺ ഓർ പ്രോനൗൺ, വെർബ്, ടെൻസ്, അഡ്വർബ്, അഡ്ജക്റ്റീവ് ആൻഡ് ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻസ്, then jumbled units. അപ്പം നൗൺ ആൻഡ് പ്രോനൗണിന് 2 മാർക്ക്, അടുത്തതിന് 2 മാർക്ക്, then ടെൻസിന് 2 മാർക്ക്, അഡ്വർബിന് 1 മാർക്ക്, അഡ്ജക്റ്റീവ് ആൻഡ് ആർട്ടിക്കിൾസിന് 1 മാർക്ക്, then പ്രിപ്പോസിഷന് 1 മാർക്ക്, ജംബിൾഡ് യൂണിറ്റ്സിന് 1 മാർക്ക്. അങ്ങനെ മൊത്തത്തിൽ 10 മാർക്കാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ജനറൽ നോളജ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വാസ്റ്റ് ആണ്. ഇംഗ്ലീഷ് അത്രയും വാസ്റ്റ് അല്ല. സെലക്ട് ഓരോ ടോപ്പിക്കുകളായിട്ട് തന്നിട്ടുണ്ട്, അതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. then അരിത്തമെറ്റിക് മെൻസുറേഷൻ 20 മാർക്കാണ്. അതിനകത്ത് 15 യൂണിറ്റ് ആണുള്ളത്. ആദ്യത്തേത് മൊഡ്യൂൾ 1 നമ്പർ സിസ്റ്റത്തിന് 1 മാർക്കാണ്. ദെൻ മൊഡ്യൂൾ 2 പോളിനോമിയൽസ്, അതിന് 1 മാർക്ക്. അടുത്തത് മൊഡ്യൂൾ 3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, 1 മാർക്ക്. ദെൻ മൊഡ്യൂൾ 4 സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, 2 മാർക്ക്. മൊഡ്യൂൾ 5 അരിത്തമെറ്റിക് ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻ, 1 മാർക്കാണ്. ദെൻ മൊഡ്യൂൾ 6 സ്ക്വയർ റൂട്ട്, ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്, 2 മാർക്ക്. ദെൻ മൊഡ്യൂൾ 7 പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, 2 മാർക്കാണ്. ദെൻ മൊഡ്യൂൾ 8 പെർസെന്റേജ്, ദെൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ്, അതിനെല്ലാം കൂടെ 2 മാർക്കാണ് ഉള്ളത്. ദെൻ മൊഡ്യൂൾ 9 സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന് 2 മാർക്കാണ് ഉള്ളത്. മൊഡ്യൂൾ 10 സർക്കിൾസ് ആണ്, അതിന് 1 മാർക്കാണ് ഉള്ളത്. മൊഡ്യൂൾ 11 ട്രയാങ്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ, അതിന് 1 മാർക്കാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, സിമിലർ ആൻഡ് കോൺഗ്രൻസ് ട്രയാങ്കിളും കൂടെ വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 12 സോളിഡ്സ്
സോളിഡ്സിന് 1 മാർക്കാണ്. ദെൻ മൊഡ്യൂൾ 13 ട്രിഗണോമെട്രി 1 മാർക്ക്. മൊഡ്യൂൾ 14 കോർഡിനേറ്റ് ജോമെട്രി 1 മാർക്ക്. മൊഡ്യൂൾ 15 സെറ്റ്സ് 1 മാർക്ക്. അങ്ങനെ മൊത്തം അരിത്തമെറ്റിക്കിന് 20 മാർക്കാണ് ഉള്ളത്. ഇനി അടുത്തത് പേപ്പർ 2, അത് ഇമ്പോർട്ടന്റ് ആണ്. അക്കൗണ്ടൻസി അല്ലെ, അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി, അതിന് 60 മാർക്കാണ് ഉള്ളത്. അതാണ് അപ്പൊ അവിടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളത്. അപ്പൊ അവിടെ നോക്കുമ്പോൾ യൂണിറ്റ് 1 ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 12 മാർക്കാണ് ഉള്ളത്. ദെൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം അടുത്ത മൊഡ്യൂൾ 12 മാർക്കാണ് ഉള്ളത്. ദെൻ യൂണിറ്റ് 3 ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസ് 13 മാർക്കാണ് ഉള്ളത്. ദെൻ യൂണിറ്റ് 4 കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് 8 മാർക്കാണ് ഉള്ളത്. ദെൻ യൂണിറ്റ് 5 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, അതിന് എത്ര മാർക്കാണ്? 8 മാർക്കാണ് ഉള്ളത്. ദെൻ യൂണിറ്റ് 6 കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് 7 മാർക്കാണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു പരീക്ഷയ്ക്ക് ആകെ 90 ദിവസമേ ഉള്ളൂ. അപ്പൊ 90 ദിവസത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാൻ പറ്റുന്നത്? നമുക്കറിയാം ഏതൊരു എക്സാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും ഫുൾ സിലബസ് കവറേജ് ഉണ്ട്, ഫുൾ റിവിഷൻ ഉണ്ട്, ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട്, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആദ്യ റാങ്കിലെത്തി നിങ്ങളുടെ സ്വപ്ന ജോലി നേടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് ടെക് PSC ഒരു തീവ്ര പരിശീലനം ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഈ 90 ദിവസം എഫക്റ്റീവായിട്ട് പഠിച്ച് ആദ്യ റാങ്ക് നേടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു കോച്ചിങ്ങിന് ചേരുന്നതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഈ പറയുന്ന എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് തരുന്നുണ്ട്, ഫുൾ നോട്ട്സ് തരുന്നുണ്ട്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും, ഗൈഡൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ട്. ക്ലാസ് എടുക്കുന്നതും മെന്റർ ചെയ്യുന്നതും കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ അവസരം വിട്ട് കളയരുത്. കാര്യം അധികം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലെ, അപ്ലൈ ചെയ്യുന്നവരെല്ലാം പരീക്ഷ എഴുതത്തില്ല അല്ലെ, പരീക്ഷ എഴുതുന്നവരെല്ലാം നന്നായിട്ട് പഠിച്ചല്ലേ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അവസരം ഒരിക്കലും വിട്ടുകളയരുത്, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഈ 90 ദിവസത്തെ. പിന്നെ കോഴ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ആദ്യ റാങ്ക് ഉറപ്പിക്കുക. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ കൺഫർമേഷൻ ഡേറ്റ് അത് നന്നായിട്ട് നോക്കിക്കോണം, കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. താങ്ക്